നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്വതന്ത്രനായി ഡോക്ടർ ഷിനാസ് ബാബുവിനെ LDF മത്സരിപ്പിക്കുമെന്ന വാർത്തകൾക്കിടയിൽ തൃക്കാക്കരയിൽ മത്സരിപ്പിച്ച് ഒരു ഡോക്ടറെ CPM വഴിയാധാരമാക്കിയെന്ന പരാമർശത്തിൽ കെ മുരളീധരന് മറുപടിയുമായി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഡോക്ടർ ജോ ജോസഫ്. തെരഞ്ഞെടുപ്പ് തോൽവിയിലൂടെ കെ മുരളീധരൻ വഴിയാധാരമായത് 7 തവണയാണെന്ന് ജോ ജോസഫ് മറുപടി നൽകി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഡോക്ടർ ജോ ജോസഫ് കെ മുരളീധരനെതിരെ രംഗത്ത് വന്നത്. MLA ആകാത്ത കേരളത്തിലെ ആദ്യ മന്ത്രിയും ഏക മന്ത്രിയും കെ മുരളീധരനാണെന്നും ജോ ജോസഫ് പരിഹസിച്ചു. തിരഞ്ഞെടുപ്പ് തോൽവിയിലൂടെ കെ മുരളീധരൻ വഴിയാധാരമായത് 7 തവണയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരഞ്ഞെടുപ്പ് തോൽവിയിലൂടെ കെ മുരളീധരൻ വഴിയാധാരമായത് 7 തവണയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ ജോ ജോസഫിന്റെ മറുപടി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM പൊതുസ്വതന്ത്രനായി ഡോക്ടർ ഷിനാസ് ബാബുവിനെ മത്സരിപ്പിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലായിരുന്നു മുരളീധരന്റെ പരാമർശം. CPM അവസാനം ഒരു ഡോക്ടറിൽ ചെന്നെത്തിയിട്ടുണ്ട്. തൃക്കാക്കരയിൽ മത്സരിപ്പിച്ച് ഒരു ഡോക്ടറെ വഴിയാധാരമാക്കി. ഞങ്ങളുടെ ഡോക്ടർമാരെ വഴിയാധാരമാക്കരുതെന്ന് മുഖ്യമന്ത്രിയോടും CPMനോട് അഭ്യർത്ഥിക്കാൻ IMA തയ്യാറാകണം എന്നതായിരുന്നു കെ മുരളീധരന്റെ പരിഹാസം. അതേസമയം ജോ ജോസഫിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലമായിരിക്കുകയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളുടെ സമയത്തും എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന അനേകം ട്രോളുകളും മറ്റും കാണാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ മുഖമില്ലാത്തവർ പടച്ചുവിടുന്ന ഇവയിൽ ഒന്നിനു പോലും പ്രതികരിക്കാറില്ല. ചിലത് ആസ്വദിക്കാറുമുണ്ട്. എന്നാൽ അങ്ങനെയല്ല ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളോട് എൻ്റെ നിലപാട്. അതിനോട് പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ നിരുത്തരവാദപരമായ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചിരുന്നു. ഒരിക്കൽ പോലും ഫോൺ എടുത്തില്ല. ലഭ്യമായ വാട്സപ്പ് നമ്പറിൽ മെസ്സേജും അയച്ചു. അദ്ദേഹം ഒരു മറുപടി നൽകിയില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു ചാനൽ ചർച്ചയിൽ ശ്രീ റോജി എം ജോൺ MLA ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയപ്പോൾ നേരിട്ട് വിളിക്കുകയും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. താൻ പറഞ്ഞ പ്രസ്താവന വ്യക്തിപരമായി കാണരുതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായ ഈ സാഹചര്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഒരു പ്രസ്താവന നടത്തിയതായി കണ്ടു. തൃക്കാക്കരയിൽ മത്സരിപ്പിച്ച് ഒരു ഡോക്ടറെ വഴിയാധാരമാക്കിയില്ലേ എന്ന്. ഇപ്രാവശ്യം നേരിട്ട് വിളിക്കാതെ വസ്തുതകൾ പരിശോധിക്കാമെന്നും അവ എഴുതി ബോധ്യപ്പെടുത്താമെന്നും വെച്ചു. അങ്ങ് ഞാൻ തിരഞ്ഞെടുപ്പിൽ തോറ്റതിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ശരിയാണ്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞങ്ങൾ തോറ്റു. 2020 അസാന്നിധ്യം, BJP സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുന്ന അവസ്ഥ, SDP, ജമാഅത്തെ ഇസ്ലാമി അടക്കം എല്ലാ വർഗീയ ശക്തികളുടെയും ഐക്യം, ഇതൊക്കെ ആരും മറന്നിട്ടില്ല. എന്നാൽ അങ്ങ് തിരഞ്ഞെടുപ്പ് തോൽവിയുടെ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമായത് 7 തവണയാണ്. ലോക്സഭയിലേക്ക് 4 പ്രാവശ്യം, നിയമസഭയിലേക്ക് 3 പ്രാവശ്യം. 1996 കോഴിക്കോട് ലോക്സഭാ സീറ്റിൽ 38,703 വോട്ടിന് MP വീരേന്ദ്രകുമാറിനോട് തോറ്റ് വഴിയാധാരമാകലുകളുടെ തുടക്കം. 1998 തൃശൂർ ലോക്സഭാ സീറ്റിൽ സഖാവ് VV രാഘവനോട് 18,403 വോട്ടിന് തോറ്റ് വീണ്ടും വഴിയാധാരമായി. 2009 വയനാട് ലോക്സഭാ സീറ്റിൽ MI ഷാനവാസിനോട് അങ്ങ് തോറ്റ് വഴിയാധാരമായത് 3,11,040 വോട്ടിനാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ അങ്ങ് തോറ്റ് വഴിയാധാരമായത് 84,663 വോട്ടിനാണ്. കേരളത്തിൽ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പിന്നിൽ കിടന്നിരുന്ന BJPയെ അധികാരത്തിന്റെ സപ്രമഞ്ച കട്ടിലിൽ കിടത്താനായി അങ്ങ് ആഞ്ഞു പരിശ്രമിച്ചപ്പോൾ അങ്ങയുടെ സ്ഥാനം 3ാമതാണ്. എൻ്റെ തോൽവിയേക്കാൾ എന്നെ വിഷമിപ്പിച്ചത് അങ്ങയുടെ അവസാനത്തെ തോൽവിയാണ്. നിയമസഭയിൽ അങ്ങ് തോറ്റ് വഴിയാധാരമായത് 4 തവണ. 2004 വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് സഖാവ് AC മൊയ്തീനോട് തോറ്റ് വഴിയാധാരമായത് ഓർമ്മയുണ്ടാകുമല്ലോ. 2006 കൊടുവള്ളിയിൽ സഖാവ് PT റഹീമിനോട് തോറ്റ് വഴിയാധാരമായത് 7,506 വോട്ടിനാണ്. 2021 അങ്ങ് നേമത്ത് തോറ്റ് വഴിയാധാരമായത് 19,313 വോട്ടിനാണ്. കേരളത്തിലെ 4 ജില്ലകളിലായി പല പ്രാവശ്യം തോറ്റ് വഴിയാധാരമായിരിക്കുന്നത് ഒരുപക്ഷെ അങ്ങ് മാത്രമായിരിക്കും. 2004 മന്ത്രിയായതിനു ശേഷം നടന്ന വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് തോറ്റ് വഴിയാധാരമായതിനേക്കാൾ ദയനീയമായ മറ്റൊരു വഴിയാധാരമാകൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിലില്ല. ആ തോൽവിയിലൂടെ അങ്ങ് സൃഷ്ടിച്ച 4 റെക്കോർഡുകൾ 21 വർഷത്തിന് ശേഷം ആർക്കും തകർക്കാൻ സാധിച്ചിട്ടില്ല. MLA ആകാത്ത കേരളത്തിലെ ആദ്യത്തെ മന്ത്രി, MLA ആകാത്ത കേരളത്തിലെ ഏക മന്ത്രി, നിയമസഭയെ ഒരിക്കൽ പോലും അഭിമുഖീകരിക്കേണ്ടി വരാത്ത കേരളത്തിലെ ആദ്യത്തെ മന്ത്രി, നിയമസഭയെ ഒരിക്കൽ പോലും അഭിമുഖീകരിക്കേണ്ടി വരാത്ത കേരളത്തിലെ ഏക മന്ത്രി എന്നിവയാണവ. പിന്നെ സാമ്പത്തികമായി ഞാൻ വഴിയാധാരമായി എന്നാണ് അങ്ങ് ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങേക്ക് തെറ്റി. ഏതെങ്കിലും ഓൺലൈൻ വാർത്തകളാണ് ആധാരമെങ്കിൽ അങ്ങയുടെ ക്രെഡിബിലിറ്റി ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തിൻ്റെ ആധാരം എൻ്റെ വീട്ടിലുണ്ട്. ഇലക്ഷന് മുൻപോ പിൻപോ 1 ഇഞ്ച് പോലും വിറ്റിട്ടുമില്ല. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്മാരകമുണ്ടാക്കാൻ കൊടുത്തിട്ടുമില്ലെന്നും പോസ്റ്റിൽ പറയുന്നു.